കേരള രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ. ഗ്രാമപഞ്ചായത്തുകൾ മുതൽ കോർപ്പറേഷനുകൾ വരെ നീളുന്ന ഈ ജനവിധിയാണ് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ശരിക്കും വരച്ചു കാട്ടുന്നത്. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ശക്തമായ രാഷ്ട്രീയ തരംഗമാണ് സംസ്ഥാനത്തുടനീളം ദൃശ്യമായത്. UDFിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ LDFിനെ നയിക്കുന്ന CPMഉം ഒട്ടും പിന്നിലായിട്ടില്ല. ഈ ജനവിധി ഓരോ പാർട്ടികളുടെയും സ്വാധീനവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സൂചനകളും നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനം UDF മുന്നണിയെ നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. കോൺഗ്രസ് 7816 സീറ്റുകളാണ് ആകെ നേടിയത്. പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിങ്ങനെ എല്ലാ തലങ്ങളിലും ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചു. പഞ്ചായത്തുകളിലേക്ക് 5723 പേരും കോർപ്പറേഷനുകളിലേക്ക് 148 പേരും വിജയിച്ചു. ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ കോൺഗ്രസിൻ്റെ ഈ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചുവടുവയ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തൊട്ടു പിന്നിൽ തന്നെ LDFിൻ്റെ അമരക്കാരനായ CPM 7454 സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തെത്തി. കോൺഗ്രസിനേക്കാൾ വെറും 362 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. പഞ്ചായത്തുകളിൽ 5541 സീറ്റുകളും കോർപ്പറേഷനുകളിൽ 111 സീറ്റുകളും CPMന് ലഭിച്ചു. ഇരു കക്ഷികളും തമ്മിലുള്ള സീറ്റുകളുടെ എണ്ണത്തിലെ ഈ കുറഞ്ഞ വ്യത്യാസം കേരളത്തിലെ പ്രധാന മുന്നണികളുടെ ശക്തി തുല്യതയും ജനകീയ അടിത്തറയും വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാം സ്ഥാനത്തെത്തിയത് UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗാണ്. ആകെ 2844 സീറ്റുകൾ നേടി ലീഗ് ചരിത്രപരമായ മുന്നേറ്റം കുറിച്ചു. 34 കോർപ്പറേഷൻ സീറ്റുകളടക്കം ജയം കൈവരിച്ച ലീഗ് തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ ആധിപത്യം അരക്കെട്ട് ഉറപ്പിക്കുകയും ചെയ്തു. നാലാം സ്ഥാനത്ത് NDAയെ നയിക്കുന്ന BJPയാണ്. 1913 സീറ്റുകളാണ് BJP നേടിയത്. 93 കോർപ്പറേഷൻ സീറ്റുകളടക്കം BJPക്ക് വിജയിക്കാനായി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അടക്കം വലിയ ആത്മവിശ്വാസം നൽകിയെങ്കിലും മുസ്ലിം ലീഗിനേക്കാൾ സീറ്റുകളുടെ എണ്ണത്തിൽ പിന്നിലായി എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ കഴിഞ്ഞ തവണത്തെ 2 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ നിന്ന് ഇത്തവണ ഒരെണ്ണത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് BJP. എന്നിരുന്നാലും കോർപ്പറേഷനുകളിൽ ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചത് ഒരു പ്രധാന നേട്ടമാണ്. 5ാം സ്ഥാനം LDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI നേടി. 12 കോർപ്പറേഷൻ സീറ്റുകളും 24 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളുമടക്കം 1018 സീറ്റുകളാണ് അവർ നേടിയത്. പ്രധാന കക്ഷികൾക്ക് പുറമെ ഇരു മുന്നണികളിലെയും ചെറുകക്ഷികളുടെ പ്രകടനവും നിർണായകമായിരുന്നു. UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 332 സീറ്റുകളുമായി 7ാം സ്ഥാനത്തെത്തിയപ്പോൾ LDFിലെ പ്രബല കക്ഷിയായ കേരള കോൺഗ്രസ് M 246 സീറ്റുകൾ നേടി. എന്നാൽ 6 കോർപ്പറേഷനുകളിലും ഒരൊറ്റ സീറ്റ് പോലും നേടാൻ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചില്ല എന്നത് ഒരു തിരിച്ചടിയാണ്. മറ്റു പ്രമുഖ പാർട്ടികളിൽ SDPI 97 സീറ്റുകളും ജനകീയ കൂട്ടായ്മയായ 2020 78 സീറ്റുകളും നേടി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. 63 സീറ്റ് നേടി LDFിലെ RJD 10ാം സ്ഥാനത്തെത്തിയപ്പോൾ 57 സീറ്റുകളുമായി UDFിലെ RSP 11ാം സ്ഥാനത്താണ്. 44 സീറ്റ് നേടിയ LDFിലെ JDS 12ാം സ്ഥാനത്തും UDFിലെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം 34 സീറ്റുകളുമായി 13ാം സ്ഥാനത്തുമാണ്. 31 സീറ്റുമായി വെൽഫെയർ പാർട്ടിയാണ് 14ാമത്. 29 ഇടത്ത് വിജയിച്ച RMP 15ാം സ്ഥാനത്താണ്. LDF ഘടകകക്ഷിയായ NCP 25 സീറ്റുമായി 16ാം സ്ഥാനത്താണ്. ചെറിയ പാർട്ടികളുടെ പട്ടികയിൽ UDFിലെ CMB CP ജോൺ വിഭാഗം 10 സീറ്റ് നേടി 17ാം സ്ഥാനത്തും LDFിലെ INLും അതുപോലെ നാഷണൽ സെക്യുലർ പാർട്ടിയും 9 സീറ്റ് വീതം നേടി 18ാം സ്ഥാനത്തുമാണ്. മാണി C കാപ്പൻ്റെ KDP പാർട്ടിക്ക് 8 സീറ്റിലാണ് വിജയിക്കാനായത്. LDFിലെ ജനാധിപത്യ കേരള കോൺഗ്രസ് 6 സീറ്റ് നേടി. NDAയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ BDJSനും PDPക്കും 5 വീതം സീറ്റുകൾ ലഭിച്ചു. BLJD, BSP, ആം ആദ്മി പാർട്ടികൾക്ക് 3 സീറ്റ് വീതം ലഭിച്ചിട്ടുണ്ട്. NDAയിലെ LJPയും UDFിലെ ഫോർവേഡ് ബ്ലോക്കും ഒപ്പം സമാജ്വാദി പാർട്ടിക്കും ഓരോ സീറ്റ് വീതം ലഭിച്ചു. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വലിയ പാർട്ടികൾക്ക് പുറമെ പ്രാദേശിക വിഷയങ്ങളെയും ജനകീയ കൂട്ടായ്മകളെയും അടിസ്ഥാനമാക്കി ചെറിയ പാർട്ടികൾക്കും പലപ്പോഴും മുന്നണി ബന്ധമില്ലാതെ തന്നെ 1403 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു മിനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശകലനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് വൻ മുൻതൂക്കം ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വോട്ടുകൾക്കനുസരിച്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയ മുന്നണിയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനത്തിൽ UDF 80 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് സൂചന. നിലവിൽ ഭരണത്തിലിരിക്കുന്ന LDF 58 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും
NDAയ്ക്ക് 2 സീറ്റുകൾ, അതായത് നേമം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് പോലെയുള്ള സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു. പ്രധാനമായും മലപ്പുറം, വയനാട്, എറണാകുളം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ UDF സമ്പൂർണ്ണ ആധിപത്യം നേടുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് UDF വലിയ മുന്നേറ്റം നടത്തുമെന്നും പ്രവചനം സൂചിപ്പിക്കുന്നു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ LDF തങ്ങളുടെ ശക്തി നിലനിർത്താൻ സാധ്യതയുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 41 സീറ്റുകൾ മാത്രമായിരുന്നു മുന്നണിക്ക് നേടാൻ സാധിച്ചതെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അനുസരിച്ച് UDF 80 സീറ്റുകളുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 99 സീറ്റുകൾ നേടിയ LDF ആകട്ടെ 58 സീറ്റുകളുമായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാനുള്ള വ്യക്തമായ ചില വഴികാട്ടലുകൾ നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ കോൺഗ്രസ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ജനവിശ്വാസം ഒരു പരിധിവരെ തിരിച്ചു പിടിച്ചതായി കണക്കാക്കാം. ഇത് UDFന് മൊത്തത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും കോൺഗ്രസിനോട് ഒപ്പത്തിനൊപ്പം എത്താൻ CPMന് സാധിച്ചത് അവരുടെ ശക്തമായ സംഘടനാ സംവിധാനത്തിൻ്റെ നേട്ടമാണ്. എന്നാൽ UDF മുന്നേറ്റം ഗൗരവമായി കാണേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മികച്ച വിജയം BJPക്ക് കോർപ്പറേഷൻ തലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നൽകുന്നു. എന്നാൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗിലേക്കാൾ പിന്നിലായി എന്നത് BJPക്കൊരു വെല്ലുവിളിയാണ്. 2020 പോലെയുള്ള ജനകീയ കൂട്ടായ്മകൾ നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾ പരമ്പരാഗത മുന്നണികളിൽ നിന്നുള്ള പുതിയ ബദലുകൾ തേടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു. ഈ ജനവിധി കേവലം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൻ്റെ പ്രതിഫലനമാണ്. മുന്നണികൾക്ക് തങ്ങളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാനും അടുത്ത വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കാനും ഈ ഫലം ഒരു താക്കീതായും പാഠമായും വർത്തിക്കും.